ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഡെയിലി മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. പല വ്യക്തികൾക്കും നമ്മൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത് വാട്സപ്പ് വഴി ആവട്ടെ, ടെലഗ്രാം വഴി ആവട്ടെ, മറ്റുള്ള സോഷ്യൽ മീഡിയ ആകട്ടെ. സോ നമ്മൾ മെസ്സേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്യുന്നത്, അങ്ങനെ നമ്മളുടെ മൊബൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ മൊബൈൽ തന്നെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു സെറ്റിങ്സ് ഒന്നും നമ്മൾ അറിയാതെ പോവുകയാണ്. അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള ഹിഡൻ സെറ്റിങ്സുകളെല്ലാം നമ്മുടെ മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓഫ് ചെയ്യുന്നത്, ഇതൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയായി മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ സെർച്ച് ബാറിൽ കീബോർഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കീബോർഡിൻ്റെ ഐക്കൺ വരുന്ന ആദ്യത്തെ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കീബോർഡിൻ്റെ തന്നെ രണ്ടാമതൊരു സെറ്റിങ്സ്, അതായത് ലാംഗ്വേജിൻ്റെ താഴെയായിട്ട് കീബോർഡ് എന്ന് പറഞ്ഞാൽ എഗൈൻ ഒരു സെക്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഓൺ സ്ക്രീൻ കീബോർഡ് അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീബോർഡ്സുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. മംഗ്ലീഷ് ആണെങ്കിൽ അതുണ്ടാകും, അതുപോലെ തന്നെ ജി ബോർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റിങ്സ് ചെയ്യാൻ പോകുന്നത് ജി ബോർഡിലാണ്. ഓക്കെ, ഗൂഗിളിൻ്റെ കീബോർഡിലാണ് നമ്മുടെ സെറ്റിങ്സ് മുഴുവനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ മംഗ്ലീഷ് കീബോർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കീബോർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാലും നിങ്ങൾ ജി ബോർഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ പല ഓപ്ഷൻസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് കറക്ഷൻ ആൻഡ് സജഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റൻ സ്ട്രിപ്പ്, അതുപോലെ തന്നെ വേർഡ് സജഷൻസ്, നെക്സ്റ്റ് വേർഡ് സജഷൻസ്, സജസ്റ്റ് കോൺടാക്ട്സ്, ഇങ്ങനെ തുടങ്ങി 4 ഓപ്ഷൻസ് നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിലും ഡിഫോൾട്ടായിട്ട് ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇത് ഓൺ ചെയ്യലോടുകൂടി ഇപ്പോൾ സജഷൻ സ്ട്രിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവേ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കീബോർഡിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം എൻ്റർ ചെയ്യുന്ന കോമൺ ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് മുകളിലായിട്ട് സജഷനായിട്ട് ആ ഒരു ബാറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതാണ് ഇനി വേർഡ് സജഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി അടുത്തതായിട്ട് എന്താണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മുകളിലായിട്ട് നമ്മൾ ഹലോ എച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ ഹലോ എന്ന് താഴത്ത് കാണാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് പെട്ടെന്നുള്ള ടൈപ്പിംഗ് എളുപ്പമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്ത് തന്നെ വെച്ചോളൂ. ബട്ട് നിങ്ങളൊരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം അതാണ്, അതായത് നിങ്ങൾ എച്ച് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ബാറിൽ സജഷനായിട്ട് ഹലോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, ഹായ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻസാണ്. സോ മറ്റുള്ളത് നെക്സ്റ്റ് വേർഡ് സജഷൻസ്, അതാണ് നിങ്ങൾ ഇപ്പം ഒരു വാക്ക് എൻ്റർ ചെയ്തു. ദെൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. അതായത് നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഭാഗങ്ങളായിരിക്കും അവിടേക്ക് വരുന്നത്. അപ്പോൾ മറ്റൊരാൾ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കീബോർഡിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ കൂടുതലായിട്ട് ആ ഒരു സജഷൻ ബാറിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് ആ സജഷൻ സ്ട്രിപ്പ് എന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മറ്റുള്ള 3 ഓപ്ഷൻസും നിങ്ങൾക്ക് ഡിസേബിൾ ആയിട്ടും. 4ാമത്തെ ഓപ്ഷനാണ് ഇത് സജസ്റ്റ് കോൺടാക്റ്റ്. അതിൻ്റെ ഒരു ആവശ്യമില്ല, കീബോർഡിൽ നമ്മൾ കോൺടാക്റ്റ് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം എന്തായാലും അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചോളൂ. ഇനി നിങ്ങൾ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ട സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എഗൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ വന്നിട്ട് ഗൂഗിൾ സെലക്ട് ചെയ്യുക. ഗൂഗിൾ സെലക്ട് ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓൾ സർവീസ് എന്ന ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെയായിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് താഴത്തോട് സെർച്ച് ചെയ്യാതെ തന്നെ ഇവിടെ സെർച്ച് അസിസ്റ്റൻറ്റ് ആൻഡ് വോയിസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തോളൂ. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആരും കാണാത്തൊരു സെറ്റിങ്സാണ് ഈ അതർ സെറ്റിങ്സിനുള്ളിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അതർ സെറ്റിങ്സ് എന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴത്തിൻ്റെ മുകളിലായിട്ട് ഓട്ടോ കംപ്ലീറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തോളൂ. പല വ്യക്തികളും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവും. സെറ്റിങ്സിലൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പല ആളുകൾക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ ഓട്ടോ കംപ്ലീറ്റ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 3 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഏരിയയിൽ, അതായത് നമ്മുടെ ചുറ്റുപാടും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ AI വെച്ച് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുവഴി നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അവർക്ക് അറിഞ്ഞാലാണല്ലോ ആ ഒരു ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് എന്താണ് കാണുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അപ്പം ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും, ലൊക്കേഷന് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് ഓൺ ഡിവൈസ് വെബ് സജഷൻസ്, അതായത് നിങ്ങളുടെ ഡിവൈസിലുള്ള വെബുകളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. മീൻസ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു താഴത്ത്
അതിനോട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഒരു പ്രൈവസി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓഫ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഈ ഗൂഗിളിൻ്റെ സെക്ഷനിലെ ഫസ്റ്റത്തെ ഓപ്ഷൻ. ഇനി നമുക്ക് ഇതിൽ തന്നെ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിലായിട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ മൊബൈലിലെ സ്ക്രീനിൽ ഗൂഗിൾ AI നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ജനറൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ആ ജനറൽ എന്ന് പറയുന്ന ആ സെക്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഫേസ് മാച്ചിങ് നേരെ താഴത്താണ് ഈ ജനറൽ എന്ന് കാണിക്കുന്നത്. നിങ്ങൾ ആ ജനറൽ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കുന്നത് യൂസ് സ്ക്രീൻ കോണ്ടാക്സ്റ്റ്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വോയിസ് അയക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ AI നമ്മൾ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് അത് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് യൂസ് ടെക്സ്റ്റ് ഫ്രം സ്ക്രീൻ, അതായത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ അവിടെ കാണുന്ന ആ ഒരു ടെക്സ്റ്റൊക്കെ ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആപ്പ് വഴി ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൂഗിൾ AI. ഓക്കെ, അപ്പോൾ അതിനോട് സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരിക്കും നമുക്ക് ഫ്രണ്ടിലേക്ക് അവരിട്ട് തരുന്നത് ഗൂഗിൾ. പിന്നെയുള്ളത് ഈ സ്ക്രീൻഷോട്ടുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്തൊക്കെ ഈ നമ്മുടെ ഈ ഇമേജും കാര്യങ്ങളൊക്കെ ഗാലറിയിൽ നിന്നുള്ള ഇമേജുകളൊക്കെ ഗൂഗിൾ AI ട്രാക്ക് ചെയ്യുന്നുണ്ട്, ആക്സസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ എനേബിൾ ചെയ്യലോട് കൂടി. ഓക്കെ, അപ്പം നിങ്ങളൊരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡാറ്റ മറ്റുള്ളവർക്ക് ഗൂഗിളിൽ നിന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. മറ്റുള്ളതാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ സെറ്റിംഗ്സ് എടുത്തിട്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് പെർമിഷൻ മാനേജർ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ അല്ല, നമ്മൾ പെർമിഷൻ കൊടുത്തില്ല. ഒരുപാട് ആപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറയുടെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്, അത് തന്നെ ഫോട്ടോസിൻ്റെ പെർമിഷൻസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ലൊക്കേഷൻ്റെ പെർമിഷന്. സോ ഇതൊക്കെ നമ്മൾ ഡിഫോൾട്ടായിട്ട് കളിക്കും, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പം മൈക്രോഫോൺ എടുക്കുകയാണ്. അതായത് മൈക്രോഫോൺ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ വഴി നമ്മൾ ആർക്കൊക്കെ വോയിസ് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും അവർക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വോയിസ് അയക്കുന്ന അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ മാത്രം നിങ്ങളിവിടെ അലോ ചെയ്ത് കൊടുത്താൽ മതി. അതും നിങ്ങൾക്ക് ആ ഒരു അലോ ഓൺലി വിൽ യൂസിങ് ദ ആപ്പ് എന്ന് ആ വിഭാഗത്തോട്ട് കൊടുക്കുക. ഇല്ല, ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനാണ്, മൈക്രോഫോണിൻ്റെ ഒരു ആവശ്യം ഇതിലേക്ക് വരുന്നില്ല ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്തിട്ട് അത് ഡോണ്ട് അലോ എന്നിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തൊക്കെ വോയിസ് നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള റിലേറ്റീവ്സിലേക്ക് അയക്കുന്നോ ഇതൊക്കെ അവരിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യമാണ്. ഒന്ന് മൈക്രോഫോൺ, അതുപോലെ തന്നെ പിന്നെയുള്ള ക്യാമറയുടെ പെർമിഷൻ, പിന്നെയുള്ള ലൊക്കേഷൻ പെർമിഷൻ. ആ ലൊക്കേഷൻ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനിലേക്ക് ലൊക്കേഷൻ നിങ്ങൾക്ക് പെർമിഷൻ അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം അത് ഡിസേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങളെ ക്യാമറയുടെ സെറ്റിംഗ്സ് എടുത്തിട്ട് ഏതൊക്കെ മൊബൈലിൽ ക്യാമറ ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറേൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഡോണ്ട് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പം പെർമിഷൻ ആവശ്യമുള്ള ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ്, അതായത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ക്യാമറ ഓൺ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് പ്രൈവസി നിങ്ങൾക്ക് സേഫാക്കി നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് നമ്മൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.